പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ കർത്തവ്യക്രമം യഥാവിധി നിർവഹിക്കാൻ കഴിയാതെ വരും. അതുകൊണ്ട് ഹിരണ്യാക്ഷന്റെ ശല്യം തീർത്തു തരണേ എന്ന് പ്രാർത്ഥിച്ചു. വരുണ ഭഗവാന്റെ അപേക്ഷ മാനിച്ചാണ് ഹിരണ്യാക്ഷ നിഗ്രഹത്തിനായി ഭഗവാൻ വരാഹ അവതാരമെടുക്കുന്നത്. കാരണജലത്തിൽ 28 ദിവസം നീണ്ടുന്ന ഘോരമായ യുദ്ധത്തിൽ ഹിരണ്യാക്ഷനെ വരാഹമൂർത്തി വധിക്കുകയും 28ാമത്തെ ദിവസം ഹിരണ്യാക്ഷ നിഗ്രഹത്തിന് ശേഷം നടന്ന ദേവാസുര യുദ്ധത്തിൽ അസുരന്മാർ പരാജയപ്പെട്ടു. കാരണം അതുവരെ ഉണ്ടായിരുന്ന യുദ്ധങ്ങളിലെല്ലാം അസുരന്മാരാണ് ജയിച്ചുകൊണ്ടത്. കാരണം ഹിരണ്യാക്ഷന്റെ ബലം കൊണ്ട് ഇവിടെ അസുരന്മാർ പരാജയപ്പെട്ടു. ഹിരണ്യകശിപു, ഹിരണ്യാക്ഷന്റെ സഹോദരനായ ഹിരണ്യകശിപു പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്തു, ഓടി രക്ഷിച്ചു. ഈ സമയത്ത് വിജയിച്ച ദേവന്മാരുണ്ടല്ലോ, അവര് ഹിരണ്യകശിപുവിന്റെ കൊട്ടാരത്തിൽ കയറി ഒരു റെയ്ഡ് തന്നെ നടത്തി. കിട്ടിയ ധനം മുഴുവൻ കൊള്ളയടിച്ചു. അന്തഃപുരത്തിൽ കയറി നോക്കുമ്പോഴാണ് കാണുന്നത് ഹിരണ്യകശിപുവിന്റെ ഭാര്യ കയ്യാതു എന്നാണ് ആ സ്ത്രീയുടെ പേര്. എന്താണ് കയ്യാതു? കയ്യാതു ഗർഭിണി. ഗർഭിണിയായ കയ്യാതുവിനെ പിടിച്ച് കെട്ടി ദേവന്മാർ, എന്നിട്ട് നേരെ കൊണ്ടുപോവുകയാണ് ദേവലോകത്തേക്ക്. ആരെ? ഗർഭിണിയായ കയ്യാതുവിനെ. ആ സമയത്താണ് നമ്മുടെ നാരദമുനിയുണ്ടല്ലോ, നാരദൻ ദേവന്മാരെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറഞ്ഞു, ഇത് തെറ്റാണ്. ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോകുന്നത് നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾക്ക് നിരക്കുന്നതല്ല. അതും ഒരു ഗർഭിണിയായ സ്ത്രീ. അതിന്റെ പരിണിത ഫലം കടുത്തതായിരിക്കും. അത് നിങ്ങൾ അനുഭവിക്കാൻ തയ്യാറാകേണ്ടി വരുമെന്ന് നാരദൻ ഇന്ദ്രന് മുന്നറിയിപ്പ് കൊടുത്തു. നമ്മുടെ സമൂഹത്തിലും ഇന്നും അനേകം സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകുന്നുണ്ട്, ഇല്ലേ? അവരെയൊക്കെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഇത് തെറ്റാണെന്ന് പറയാൻ നട്ടലുള്ള നാരദന്മാരുടെ അഭാവമല്ലേ ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിക്കുന്നത്? ചിന്തിക്കേണ്ട വിഷയം. നാരദൻ താക്കീത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ദ്രൻ പറഞ്ഞേ, എന്നാൽ ഇവിടെ അങ്ങേക്കിരിക്കട്ടെ. കയ്യാതുവിനെ ആരെ ഏൽപ്പിച്ചു? നാരദമുനിയെ ഏൽപ്പിച്ചു. ഏതായാലും തടയാൻ പോയ അബദ്ധമാണ്.